അതൊരു പ്രത്യേക രസമാട്ടോ. ഇങ്ങനെ ഒരു അത്രയും വലിയ വനത്തിനുള്ളിൽ ക്ഷേത്രത്തിലേക്ക് വന്ന് തൊഴുക, എന്തൊരു മനസ്സിന് എന്തൊരു കുളിർമയും സന്തോഷവും ഉണ്ടോ. ഈ മരങ്ങളൊക്കെ എത്രയോ വർഷം പഴക്കമുള്ള മരങ്ങളാണോ. സുഗന്ധമില്ലാത്ത പൂക്കൾ വെച്ചിട്ടാണ് ഇവിടെ പൂജയൊക്കെ ചെയ്യുക കേട്ടോ. വിവാഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടക്കാറില്ല, അത് ദേവിക്ക് അത് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ദേവിയാണ്. കന്യകാരൂപത്തിലുള്ള ദുർഗാദേവി ക്ഷേത്രമാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് കേട്ടോ. പെരുമ്പാവൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇരിങ്ങോൽ കാവ് എന്ന് പറയുന്ന ക്ഷേത്രം, അതായത് വലിയ കാവിനുള്ളിലെ വലിയ വനത്തിനുള്ളിലെ ആ മനോഹരമായ ക്ഷേത്രം കാണാനായിട്ട് വന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. ഞാൻ എൻ്റെ 2 വീലറിലാണ് ഇവിടെ വന്നത്. കാക്കനാട് നിന്ന് 2 വീലറിലാണ് വന്നത്. ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോരാം. അപ്പം നമ്മളിത് ഇവിടെ സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള ഇതൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസും റീലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ നിറയെ ഈ മതിൽക്കെട്ടിനുള്ളിൽ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ക്ഷേത്രത്തിൻ്റെ സമയം കാര്യങ്ങളൊക്കെ ഈ ബോർഡിലുണ്ട്. ഇവിടെ കുളമാണ് കേട്ടോ. അത് ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത്രയും വനത്തിനുള്ളിൽ ഇങ്ങനെ ഒരു കുളം, ഇത് ഒരിക്കലും പറ്റില്ല എന്നാണ് തോന്നണേ. ഇവിടുന്ന് കുറച്ചും കൂടി ഇങ്ങനെ നടക്കാനുണ്ട്. കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. പക്ഷെ നല്ല ആ ഒരു കുറച്ച് വഴിയായാലും നല്ല ഭംഗിയാണ് കാണാൻ. നിറയെ മരങ്ങളൊക്കെ ആയിട്ട് ഉണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചെതൽപ്പറ്റൊക്കെ കാണാം കേട്ടോ. എനിക്കൊന്നും ഒരു 10-200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്താം. പക്ഷേ ആ നടന്നു വരുന്ന കുറച്ച് വഴിയുണ്ടല്ലോ, അത് അവിടെ നിന്ന് ഇങ്ങനെ മാറാൻ തോന്നുന്നില്ല. കാരണം ചുറ്റും നിറയെ മരങ്ങളും ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ വള്ളികൾ പോലെ. ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്തണ വരെ ഈ വഴിയിൽ 2 സൈഡിലും മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരുന്നിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച്. എന്തായാലും അമ്പലത്തിൽ പോയി തൊഴണം. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരുപാട് കാലമായിട്ട് വരണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ക്ഷേത്രമാണ് ഇരിങ്ങോൽ കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രം. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു പ്രതിഷ്ഠയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ വഴിയെ ഇങ്ങനെ പറഞ്ഞു തരാം. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കാവുകളിലൊന്നാണ് ഈ ഇരിങ്ങോൽ കാവ് എന്ന് പറയുന്ന ഈ ഒരു വനപ്രദേശം. ഏകദേശം 3000 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിനും ഇതിനൊക്കെ. അതുപോലെ ഇവിടെ ഈ കാണുന്ന മരങ്ങളൊന്നും വെട്ടിക്കളയാറില്ല. നല്ല രീതിയിൽ സംരക്ഷിച്ച് കാലപ്പഴക്കം വന്ന മരങ്ങൾ താനെ വീണു പോയിട്ട് ഈ മണ്ണോട് നശിക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊന്നും വെട്ടിക്കളയില്ല അത്രയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം അത്രയും എനർജറ്റിക് ആയിരിക്കുന്നത്. ഇവിടെ പോകാൻ തോന്നുന്നില്ല. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കേട്ടോ ചെരുപ്പുകളുണ്ടല്ലോ, ഒരുപാട് ആളുകളുണ്ട്. ഇത് അമ്പലത്തിൻ്റെ ഏത് സൈഡിലേക്കാണ് കയറണേന്ന് അറിയില്ല. നമ്മൾ വന്നത് ഈ ഒരു വഴി കൂടിയായിരുന്നു കേട്ടോ. പക്ഷെ ഇതല്ല ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്, അവിടെയാണ്. അപ്പം ക്ഷേത്രത്തിലേക്ക് കടക്കാനായിട്ട് 2-3 വഴികളൊക്കെ ഉണ്ട് കേട്ടോ.
ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡ് കേട്ടോ. ഈ ക്ഷേത്ര ദർശനം കിഴക്കോട്ടായിട്ടാണ് ദർശനം. അപ്പം എനിക്ക് തോന്നുന്നത് കിഴക്കാണെങ്കിൽ ഞാൻ വടക്ക് ഭാഗത്തുനിന്ന് വന്നു, ആ ഏരിയയിൽ നിന്ന് വന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന സ്റ്റെപ്പോട് കൂടിയിട്ടുള്ള വഴിയുണ്ടല്ലോ, അത് ഈ വഴിയാണ് കേട്ടോ. പിന്നെ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇവിടുത്തെ ദേവി ദുർഗാദേവിയാണ് പ്രതിഷ്ഠ. അതുപോലെ ദേവി കന്യക രൂപത്തിലാണ് കേട്ടോ പ്രതിഷ്ഠ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്. ഈ സുഗന്ധം, ചില പൂക്കളുടെ സുഗന്ധമൊന്നും ദേവിക്ക് ഇഷ്ടമല്ല. അപ്പം സുഗന്ധമില്ലാത്ത പൂക്കൾ വെച്ചിട്ടാണ് ഇവിടെ പൂജയൊക്കെ ചെയ്യുക കേട്ടോ. വിവാഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടക്കാറില്ല, അത് ദേവിക്ക് അത് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. പിന്നെ ക്ഷേത്രത്തിൽ കൊമ്പനാനകളെ എഴുന്നള്ളിക്കാറില്ല കേട്ടോ, പിടിയാനനെ മാത്രമേ എഴുന്നള്ളിക്കാറുള്ളൂ. കൊമ്പനാനകളെ ഇങ്ങോട്ട് കയറ്റാറില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്ന് 3 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം കേട്ടോ. രായമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു ഏരിയ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ കൂടെ വന്നു കഴിഞ്ഞാൽ കാടിലേക്ക് കടക്കാനുള്ളൊരു വഴിയുണ്ട് കേട്ടോ. അവിടെ ഞാനാണെച്ചെങ്കിൽ ചെരുപ്പ് ഇടില്ല, ചെരുപ്പ് നമ്മളവിടെ ഊരി വെച്ചിട്ടാണ് കേട്ടോ പോയത്. സോ അട്ടയും ഇതൊക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടും. ഉണ്ടോ ഈ മരങ്ങളൊക്കെ എത്രയോ വർഷം പഴക്കമുള്ള മരങ്ങളാണോ. ചെതിൽ പിടിച്ച പോലെയൊക്കെ ഉണ്ട്. ചിതൽപുറ്റാണോ എന്നറിയില്ല. മൃഗങ്ങളോ കാര്യങ്ങളോ ഇഴജന്തുക്കളോ ഒന്നും ഈ വനത്തിലില്ല കേട്ടോ. ഈ താഴ്ഭാഗം വീതിയുള്ള മരങ്ങൾ ഒരുപാടുണ്ട്. കുറേ അധികം മരങ്ങൾ ഉള്ളിൽ വീണ് കിടക്കുന്നൊക്കെ ഉണ്ട്. അത് ഒന്നും ചെയ്യില്ല കേട്ടോ. ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുറിക്കുകയോ ഒന്നും ചെയ്യില്ല. എല്ലാം ഇവിടെ തന്നെ വീണ് മണ്ണോട് അടിഞ്ഞു പോകും. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടേക്കൊക്കെ വഴികളുണ്ട് കേട്ടോ. ഇവിടേക്കൊരു വഴിയുണ്ട്, ഇതിലേക്കൊരു വഴിയുണ്ട്, ഇവിടേക്കൊരു വഴിയുണ്ട്. ഇവിടെ ആകെ വഴികളാണ്. അപ്പോൾ നമ്മൾ അധികമൊന്നും പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പം തിരിച്ചു പോകാം. ഇനി ഒരുപാട് വഴികളുണ്ട്. അപ്പം ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വടക്കേ ഭാഗത്തു നിന്നാണ് ഞാൻ വന്നത്. പെരുമ്പാവൂർ വഴി തന്നെയാണ് വന്നത്, പക്ഷേ വടക്കേ വശത്തുള്ള വഴി കൂടിയാണ് വന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് 2-3 വഴികളുണ്ട് കടക്കാനായിട്ട്. പിന്നെന്താ പറയുക, അപ്പം ഫ്രണ്ട് വഴിയാണ് നിങ്ങൾ ഒരുപാട് കാണുന്ന സ്റ്റെപ്പോട് കൂടിയിട്ടുള്ള ഒരു വഴി. അപ്പം ആ വഴി നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ ഈ ഒരു വഴിയാണ് സ്റ്റെപ്പോട് കൂടിയിട്ടുള്ള, ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള ഒരു വഴി കേട്ടോ. അപ്പം ഞാൻ ഈ വഴി കൂടെയല്ല വന്നേട്ടാ. നല്ല രസമാട്ടോ കാണാൻ ചുറ്റും. അതൊരു പ്രത്യേക രസമാട്ടോ. ഇങ്ങനെ ഒരു അത്രയും വലിയ വനത്തിനുള്ളിൽ ക്ഷേത്രത്തിലേക്ക് വന്ന് തൊഴുക, എന്തൊരു മനസ്സിന് എന്തൊരു കുളിർമയും സന്തോഷവും ഒക്കെ. ചെരുപ്പിടാത്തത് കൊണ്ട് നല്ല വേദന എടുക്കുന്നുണ്ട് കാല്. അവിടെ ആളുകളെ കാണാം. ഞാൻ വന്ന വഴി കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു മെയിൻ എൻട്രൻസ് വരുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് കയറിയെന്നുള്ളൂ, എനിക്കറിയില്ല, ഫസ്റ്റ് ടൈം അല്ലേ.
അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് നമ്മൾ വന്ന വഴി കൂടെ എൻ്റെ ചെരുപ്പ് ഞാൻ അവിടെ വെച്ചേക്കണം കേട്ടോ. ഏത് വഴി കൂടെ പോയാലും നല്ല ഭംഗിയാണ്. ഇവിടെ മരത്തിൽ നിന്ന് ഒരുപാട് വള്ളികൾ ഇങ്ങനെ തൂങ്ങി വന്നിരിക്കുന്നത് കണ്ടോ? ഉണ്ടോ? എൻ്റെ വേരുകളാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം. അങ്ങോട്ട് നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ വള്ളികളുണ്ടോ? എന്ത് രസമാണ്. അടിപൊളിയാണ്. എന്താ കാണുന്ന ഈ വള്ളികൾ ഇങ്ങനെ താഴേക്ക് വന്നിട്ട്. ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ദൂരെ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഞാൻ വന്ന വഴി കൂടെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടു. അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ വന്ന് തൊഴുത് കുറേ നേരം ഉള്ളിൽ നിന്ന് തൊഴുതു കേട്ടോ. ഇവിടുത്തെ ആ പ്രതിഷ്ഠയ്ക്ക് പ്രത്യേകം രൂപമൊന്നുമില്ല എന്നാണ് പറയണേ. എന്നാലും നമുക്ക് ആ ഫേസൊക്കെ ഉണ്ട്, സ്വർണ്ണം കൊണ്ട് മൂടിയിട്ടുള്ള ഫേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും വന്ന് തൊഴാൻ പറ്റി. അപ്പം ഇപ്പം സമയം 9:30 ആയിട്ടാണ്. തിരിച്ചു പോവാണ്. രാവിലെ 9:30. ഇവിടെ തന്നെ നാഗഞ്ചേരി മന എന്ന് പറയുന്ന ഒരു മനയുണ്ട്. പണ്ട് കാലത്ത് ആ മനയുടെ കീഴിലായിരുന്നു ക്ഷേത്രം. പിന്നീടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തത്. അപ്പം മനയിൽ നമുക്ക് പോയി എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയി കാണാൻ പറ്റുമെന്ന് വെച്ചാൽ പോയി കാണാം. അവിടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ സമയത്ത് അവിടെ ഓപ്പൺ ആണെങ്കിൽ പോയി കാണാം. അപ്പം എന്തായാലും തിരിച്ചു പോവുകയാണ്. പിന്നത്തെ ഈ ക്ഷേത്രത്തിൽ ഉത്സവം എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുക. പിന്നെ മറ്റൊരു പ്രത്യേകത, എല്ലാ ക്ഷേത്രത്തിലും കൊടിമരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൽ കൊടിമരം പാടില്ല എന്നാണ് പറയുക. ഉത്സവം വരുന്ന സമയത്ത് അടയ്ക്കാമരം, അതായത് നമ്മുടെ എന്താ പറയുക കവുങ്ങുണ്ടല്ലോ, ആ കവുങ്ങിൻ്റെ തടി കൊടുന്നിട്ട് ഉത്സവത്തിൻ്റെ ആ സമയത്ത് മാത്രം വന്ന് കൊടിയേറുക എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അത് കളയും. അപ്പം അങ്ങനെയാണ് ഇവിടെ സ്ഥിരമായിട്ടൊരു കൊടിമരം പാടില്ല. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ദേവിയാണ്. കന്യകാരൂപത്തിലുള്ള ദുർഗാദേവി ക്ഷേത്രമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ അടുത്താണ് നാഗഞ്ചേരി മന എന്ന് പറഞ്ഞൊരു മനയുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ അത് പോയി കാണാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.